നമസ്കാരം. സ്മാർട്ട് വർക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ നദികളെ കുറിച്ചാണ്. നമ്മൾ കേരള ജോഗ്രഫി ഫാക്ട് അബൌട്ട് കേരളയുമായി ബന്ധപ്പെട്ട് കേരള ജോഗ്രഫിയുടെ സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളും കൂടുതൽ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേദ PSCയുടെ ലിങ്ക്, വേദ PSC ആപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ അത് ഉപയോഗിച്ച് വേദ PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊള്ളുക. എല്ലാ കൂട്ടുകാർക്കും ഏകദേശം 1,00,000 മുകളിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇഷ്ടംപോലെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ നദികളെ കുറിച്ചാണ്. കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര എണ്ണമാണെന്നറിയാമോ? 44 എണ്ണമാണ്. 44 നദികളാണ് കേരളത്തിലുള്ളത്. എല്ലാവർക്കും അറിയാലോ അല്ലേ? PSC ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇനി കേരളത്തിലെ 44 നദികളിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതിനകത്ത് 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓർത്തിരിക്കണം. ഏതൊക്കെയാണെന്നറിയാമോ? കബനി, ഭവാനി, പാമ്പാർ, ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കിയുള്ള 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേട്ടോ? അപ്പോൾ ഓർത്തു വെച്ചോണം, കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത്? 44 നദികളാണുള്ളത് അല്ലേ? അതിൽ കിഴക്കോട്ട് ഒഴുകുന്നവ 3 എണ്ണമാണ്. അത് കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് അല്ലേ? പടിഞ്ഞാറോട്ട് ഒഴുകുന്നതോ 41 എണ്ണമാണ് ഉള്ളത്. ഓക്കെ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയാമോ? അത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയാമോ? മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. അതിലെ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പുഴയും ഏതാണെന്നറിയാമോ? അത് മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. അപ്പോൾ ഓർത്തു വെച്ചോണം, 44 നദികളിൽ കിഴക്കോട്ട് 3 എണ്ണവും പടിഞ്ഞാറോട്ട് 41 എണ്ണവുമാണ് ഒഴുകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറും ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ് നമ്മൾ കണ്ടു അല്ലേ? അതുപോലെ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? അതും മഞ്ചേശ്വരം പുഴയാണ് അല്ലേ? അപ്പൊ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? അത് നെയ്യാറാണ് കേട്ടോ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാറ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണെന്നറിയാമോ? കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളവയാണ് നമ്മൾ നദികളായിട്ട് കണക്കാക്കപ്പെടുന്നത്. കേരള ഗസറ്റ് പ്രകാരം 15 കിലോമീറ്ററിലധികം നീളമുള്ള വാട്ടർ ബോഡിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നദികൾ എന്ന് വിളിക്കുന്നത്. 100 കിലോമീറ്റർ അധികം നീളമുള്ള എത്ര നദികൾ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് അറിയാവോ? 11 നദികളാണുള്ളത് കേട്ടോ. 100 കിലോമീറ്ററിലധികം നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. ഇനി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതെന്നറിയാമോ? കുറ്റ്യാടി പുഴയാണ് കേട്ടോ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ്. അതുപോലെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നറിയാമോ? കുന്തിപ്പുഴയാണ് കേട്ടോ. തിരിഞ്ഞു പോകരുതേ. അതുപോലെ PSC ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിക്കാറുണ്ട്. അതേതാണെന്നറിയാമോ? തൂതപ്പുഴയാണ്. ഓർത്തു വെച്ചോണം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ് കേട്ടോ. ഇനി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതെന്നറിയാമോ? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ് കേട്ടോ. ഓർത്ത് വെച്ചേ, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അയിരൂർ പുഴയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ് അല്ലേ? പക്ഷേ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അയിരൂർ പുഴയാണ് കേട്ടോ. അതുപോലെ OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്നറിയാമോ? തൂതപ്പുഴയാണ് കേട്ടോ. ഓർത്ത് വെച്ചാൽ PSC കുറെ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ് അല്ലേ? തൂതപ്പുഴയുടെ വേറൊരു പ്രത്യേകത കൂടെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? എന്തായിരുന്നു PSC ചോദിച്ചത്? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ് അല്ലേ? അതിലെ OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന പുഴ ഏതാണ്? അതും തൂതപ്പുഴയാണ്. അതുപോലെ തന്നെ PSC ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇരുവഴിഞ്ഞി പുഴയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇരുവഴിഞ്ചി പുഴ എന്ന് പറയാറുണ്ട്. രണ്ട് സെയിം ആണ് കേട്ടോ. ഇരുവഴിഞ്ഞി പുഴയാണ് SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മളിത് പഠിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചേക്കുന്നത്. നമ്മൾ കണ്ടു, കേരളത്തിൽ 44 നദികളുണ്ട്. കിഴക്കോട്ട് 3 എണ്ണമാണ് ഒഴുകുന്നത്. അത് കബനി,
ഭവാനി, പാമ്പാറാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41 നദികളാണ് നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ നമ്മൾ കണ്ടു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? അത് പെരിയാറാണ് അല്ലേ. അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴയാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറുമാണ് നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ് അല്ലേ. 15 കിലോമീറ്റർ കൂടുതൽ നീളമുള്ളവയാണ് നമ്മുടെ കേരള സർക്കാർ നദിയായിട്ട് കണക്കാക്കപ്പെടുന്നത് അല്ലേ. അതുപോലെ 100 കിലോമീറ്റർ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 11 എണ്ണമാണ് അല്ലേ. അതുപോലെ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഏതാ? കുറ്റ്യാടി പുഴയാണ് അല്ലേ. അതുപോലെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? കുന്തിപ്പുഴയാണ് അല്ലേ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭൂതപ്പുഴയാണ് കേട്ടോ. അതുപോലെ നമ്മൾ കണ്ടു ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ അയിരൂർ പുഴയാണ് നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? ഭൂതപ്പുഴയാണ് അല്ലേ. അതുപോലെ SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ്? ഇരുവഴിഞ്ഞി പുഴയാണ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചതിന് ശേഷം നോട്ട്സ് എഴുതി വെച്ചുകൊള്ളുക. നമുക്ക് കേരള നദികളിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകളും അതുപോലെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വേദ PSയുടെ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പഠിച്ചുകൊള്ളുക. അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിന് ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് നിർത്തുവാണ്. നന്ദി, നമസ്കാരം.